ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ബൈക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഏതാ ബൈക്ക് എന്നുള്ളത് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിക്കാണും. ഓപ്പൻ തന്നെ മോഡൽ ടൂറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കൂടി പോകുന്നത്. സോ ഈ ഒരു ബൈക്കിന്റെ ചെറിയ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. കീ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ബൈക്കിന്റെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഈ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. സോ ഇന്ന് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വിത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ആവില്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് ഓബൻ തന്നെ മോഡലായിട്ടുള്ള റോർ ഇലക്ട്രിക് ബൈക്ക്. ഓബനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് ഓബൻ. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇന്ത്യൻ മെയ്ഡായിട്ടുള്ളൊരു ഇലക്ട്രിക് ബൈക്കാണ് ഓബൻ റോർ. ബാറ്ററി, മോട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്സുകളും ഇന്ത്യൻ മെയ്ഡാണ് വരുന്നത്. 2020 ഓബൻ റോർ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിലും ഷോറൂംസ് അവൈലബിൾ ആണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ഷോറൂംസ് ഉള്ളത്. നമ്മളിപ്പം തിരുവനന്തപുരത്തെ ഷോറൂമിലാണുള്ളത്. നേമത്തിനടുത്ത് അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഷോറൂം വരുന്നത്. ഓപ്പൺ റോഡിലേക്ക് വന്നാൽ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള റെട്രോ LED ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഓപ്പൻ്റെ ഒരു ബാഡ്ജിങ്ങും കാണാം. സൈഡിലേക്ക് വരുവാണെങ്കിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു സിൽവർ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്കിൻ്റെ പോർഷനിലേക്ക് വരുവാണെങ്കിൽ UBA, അതായത് യൂണി ബ്രേക്ക് അസിസ്റ്റ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് KTM കണ്ടിട്ടുള്ള അതേ സെയിം ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇനി വീലിൻ്റെ പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. 17 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 37 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിലെ മൾഗാർഡ് ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ കംപ്ലീറ്റ്ലി LED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് മീറ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടുള്ള മീറ്ററാണ്. അതിൻ്റെ അകത്ത് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്, സിമ്മിൻ്റെ സിഗ്നലുണ്ട്, റേഞ്ച് ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, പിന്നെ ബാറ്ററി ചാർജ് റിമൈനിങ് എത്രയെന്ന് കാണിക്കുന്നുണ്ട്. സോ ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക, അതിനുശേഷം എൻജിൻ ഗിൽ സ്വിച്ച് ഓൺ ചെയ്യുക, എന്നിട്ട് ഇഗ്നിഷൻ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ വണ്ടി ഓണോ. ആ എക്കോ മോഡെന്ന് കാണിക്കുകയും അതുപോലെ തന്നെ മീറ്ററിൻ്റെ മണ്ടിക്ക് ഒരു യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ആവുകയും ചെയ്യും. 3 മോഡാണ് അവൈലബിൾ ഉള്ളത്. ഹാവോക്ക് മോഡിൽ നമുക്ക് ഏതാണ്ട് 105 കിലോമീറ്റർ സ്പീഡ് വരുന്നുണ്ട്. ഇനി സിറ്റി മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ സിറ്റി മോഡിൽ നമുക്ക് ഏതാണ്ട് ഒരു 75 കിലോമീറ്ററോളം അറൗണ്ട് സ്പീഡ് വരുന്നുണ്ട്. ഇനി എക്കോ മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 52 കിലോമീറ്ററോളം സ്പീഡ് വരുന്നുണ്ട്. ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ചാർജിങ് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന ഈ ലിവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ ആ കാണുന്ന സ്പോട്ടിലാണ് നമ്മൾ ചാർജ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ USB കണക്റ്റിങ് കാണാൻ, മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സീറ്റ് ഓപ്പൺ ചെയ്യാം. സീറ്റിൻ്റെ അടിയിലാണ് ചാർജർ വരുന്നത്. സോ നമുക്ക് ലോങ് ഒക്കെ പോകുമ്പം ചാർജർ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ചാർജർ ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയൊരു സ്പേസും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഏതാണ്ട് 6 hours ആണ് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. അത് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് അത് നമുക്ക് ഏതാണ്ട് 2 മണിക്കൂറിൽ 80% ചാർജ് ആവും. ഹാൻഡിലിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വരുവാണെങ്കിൽ പാസ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുതന്നെ ഹെഡ്ലൈറ്റ്, ഡിമ്മർ, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ എൻജിൻ കിൽ സ്വിച്ച്, ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യാനും മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. പെട്രോൾ ബൈക്കിലൊക്കെ കാണുന്നതിൻ്റെ തൊട്ട് തന്നെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ഇതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ടാണ് ബാറ്ററി വരുന്നത്. നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. 4.4 kWh ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത്. കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് വരുന്നത്. ആ ഒരു ഭാഗത്ത് ഒരു സിൽവർ ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ റോർ എന്ന് പറഞ്ഞൊരു 3D ബാഡ്ജിങ് കാണാൻ വേണ്ടി സാധിക്കും. ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിലേക്ക് വരുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ബൈബ്രേ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മോട്ടർ വരുന്നത്. 8 kWh മോട്ടറാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് പാക്കിലാണ് മോട്ടർ കൊടുത്തിരിക്കുന്നത്.
ഇനി ബാക്ക് പോർഷനിലേക്ക് വരുവാണെങ്കിൽ ടെയിലൈറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനൊക്കെയാണ് നല്ല അത്യാവശ്യം സ്ട്രോങ് ആണ്. 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ കണ്ടാൽ നമുക്ക് ഓർമ്മ വരുന്നത് KTMൻ്റെ ഒക്കെ അതേ ഒരു പാറ്റേൺ ഡിസൈനാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. സോ മഡ് ഗാർഡ് കാണാം, സാരി ഗാർഡ് സൈഡിൽ വരുന്നുണ്ട്. ഈ ഒരു ബൈക്ക് ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത്. കാർബൺ കോട്ടഡ് ആയിട്ടുള്ള ബെൽറ്റാണ് കൊടുത്തിട്ടുള്ളത്. 25,000 കിലോമീറ്ററാണ് ബെൽറ്റിന് കമ്പനി വാറൻറ്റി പറയുന്നത്. അതെനിക്കൊരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നി. കാരണം 1 വർഷം വരെയൊക്കെ മാക്സിമം ബെൽറ്റിന് വാറൻറ്റി കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇത് 25,000 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിൽവർ ക്ലാഡിങ്ങിൽ ഓബൻ എന്ന് പറഞ്ഞ 3D ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോർ എന്നൊരു സ്റ്റിക്കറിങ് കാര്യങ്ങളും ആ ടാങ്കിൻ്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിക്ക് കമ്പനി വാറൻറ്റി പറയുന്നത് 3 വർഷം ഇല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ്. നമുക്ക് വാറൻറ്റിക്ക് പല പാക്കേജസ് അവൈലബിൾ ആണ്. അത് കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ റോറിനെ ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഹാവോക്ക് മോഡിലാണ് വണ്ടി എടുത്തത്. ഹാവോക്ക് മോഡ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡിൻ്റെ അതേ പവർ വരുന്ന മോഡാണ്. പുള്ളിങ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പുള്ളിങ്ങാണ്. പവറൊന്നും ഒരു രക്ഷയില്ല. പുറകെ ഇരിക്കുന്ന ആൾ പിടിച്ചില്ലെങ്കിൽ തറ വീഴും, ഉറപ്പാണ്. ഞാൻ ജസ്റ്റ് മോഡ് മാറ്റി സിറ്റിയിലേക്ക് ഇട്ടിട്ടുണ്ട്. സിറ്റിയിലും അതേ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പവർ സിറ്റിയിലും വരുന്നുണ്ട്. ഓവർടേക്കിനൊക്കെയാണെങ്കിൽ അത് എൻ്റെ ആവശ്യമേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ എക്കോയിലേക്ക് ഇട്ട് വീണ്ടും ഒന്നും മാറ്റി ഷിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മോഡ് മാറ്റി നോക്കി. ലാഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ വണ്ടി മോട്ടർ ഓഫ് ആവുക, കട്ട് ഓഫ് ആവുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് സിറ്റിയിൽ ആവശ്യമുള്ളൂ നോർമൽ റോഡിൽ എന്നാണ് എനിക്ക് ഇതിപ്പോൾ ഈ ഒരു മുകളിലിട്ട് ഓടിച്ചിട്ട് എനിക്കൊരു ഫീൽ ചെയ്തത്. കാരണം ഓവർടേക്കിനായാലും അത്യാവശ്യം പവറുണ്ട്. ഹവോക്കൊക്കെ ആണെങ്കിൽ എക്സ്ട്രീം പവറാണ്. അതൊക്കെ എന്താ പറയുന്നത്, ഒരു രക്ഷയില്ല. പക്ഷേ അതിനനുസരിച്ച് മൈലേജിൽ വേരിയേഷൻസ് ഉണ്ടാവും. റേഞ്ചിലേക്ക് വരുമ്പം സിംഗിൾ ചാർജിൽ 157 കിലോമീറ്ററാണ് കമ്പനി ഈ ഒരു വണ്ടിക്ക് മൈലേജ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ റോഡിലേക്ക് വരുമ്പോൾ നമുക്ക് 120 കിലോമീറ്ററാണ് പറയുന്നത് ഷോറൂമിൽ നിന്നായാലും. അതുപോലെ കസ്റ്റമർ എക്സ്പീരിയൻസ് വെച്ചിട്ട് 120-130 കിലോമീറ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ റൈഡിങ് കംഫർട്ടബിലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 കിലോമീറ്ററിനെ ഓടിച്ച് വെച്ച് എനിക്കൊരു ഫീൽ ചെയ്തത് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്കൊരു സീറ്റിംഗ് ആയാലും അത്ര ഹാർഡായിട്ടൊന്നും തോന്നുന്നില്ല. റൈഡിങ് പൊസിഷൻ ആയാലും നമുക്ക് കംഫർട്ടബിളായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഉള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പവറാണ്. സിറ്റിയിലായാലും ഹാവോക്കിലായാലും അത്യാവശ്യം നല്ല പവർ വരുന്നുണ്ട്. അതിനനുസരിച്ച് മൈലേജ് കുറയും കേട്ടോ. സിറ്റി മോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 90 കിലോമീറ്റർ അടുപ്പിച്ച് റേഞ്ച് കിട്ടത്തുള്ളൂ. ഹാവോക്ക് മോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 60 കിലോമീറ്ററൊക്കെ റേഞ്ച് കിട്ടത്തുള്ളൂ. എക്കോ മോഡിൽ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്പനി പറയുന്നില്ലെങ്കിൽ 120-130 കിലോമീറ്റർ റേഞ്ച് നമുക്ക് ലഭിക്കത്തുള്ളൂ. ആക്ച്വലി എക്കോ മോഡിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ നോർമൽ യൂസിന്. അതിൽ തന്നെ 55 കിലോമീറ്ററോളം സ്പീഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ഓവർടേക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്കോയിലേക്ക് ഇടുക, അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ ഹാവോക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീം പവറാണ് വരുന്നത്. അതായത് നമ്മൾ ഹൈവേയിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ഇട്ടിട്ടും കാര്യമുള്ള ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓടിച്ചതിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അത്യാവശ്യം പവറുണ്ട്, റൈഡിങ് കംഫർട്ടബിലിറ്റി ഉണ്ട്, വൈബ്രേഷൻ ഒന്നുമില്ല, വണ്ടി സൈലൻ്റ് ആണ്. ചെറിയൊരു ബെൽറ്റ് ഡ്രൈവിൻ്റെ ഒരു നോയ്സ് ഒഴിച്ചാൽ പിന്നെ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആണ്. പിന്നെ കയറ്റം കയറുക എന്നുള്ള ചോദ്യത്തിന് വണ്ടി ഏത് കയറ്റവും കയറിപ്പോയിക്കോളും. 2 പേര് വെച്ച് ഏത് കയറ്റവും കയറിപ്പോയിക്കോളും, അതിനൊന്നും പ്രശ്നമില്ല. അത്യാവശ്യം കുഴപ്പമില്ല. വണ്ടി കംഫർട്ടബിളാണ്, നമുക്ക് ഓടിക്കാനും ലോങ് പോകാനൊക്കെ കംഫർട്ടബിളാണ് വണ്ടി. ഓപ്പൺ റോറിന് 2 കളർ വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലും യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിലും വരുന്ന 2 കളർ വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്പൺ റോറിൻ്റെ പ്രൈസിലേക്ക് വരുമ്പം എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് ഏതാണ്ട് 1.30 അടുപ്പിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 1.75 വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ്. ഇപ്പം ഷോറൂംസിലേക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രൈസിന് ചേഞ്ചസ് ഉണ്ടാവും. വണ്ടി ബുക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇത്രയാണ് ഓപ്പൺ ഡ്രോറിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇത്രയും വണ്ടി ഓടിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഡെയിലി യൂസിന് പറ്റിയൊരു ഇലക്ട്രിക് ബൈക്കാണ്. അതായത് ഡെയിലി ഓഫീസിൽ പോയി വരുന്നതൊക്കെ നല്ലൊരു ഇലക്ട്രിക് ബൈക്ക് ആയിരിക്കും.
അത്യാവശ്യം മൈലേജും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട പവറാണ്. നല്ലൊരു പെർഫോമൻസ് വണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാളെ വെച്ചിട്ടെല്ലാം നമുക്ക് ആ ഒരു പവറിൻ്റെ കാര്യത്തിൽ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന ഒരു ഇലക്ട്രിക് ബൈക്കാണ് നമ്മുടെ ഓപ്പൺ ഫോർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് പുതിയ മോഡൽ മൈലേജ് കൂടിയ വെഹിക്കിളൊക്കെ അവർ റിസർച്ചിങ്ങിലും കാര്യങ്ങളൊക്കെ ആണ് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഇനിയും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു വർഷം എടുക്കും. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലേ വീണ്ടും പുതിയ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരും ദിവസങ്ങൾ എത്തുന്നതായിരിക്കും. ഈസ് മീ ഋഷി ഗെയ്സ് സൈനിങ് ഓഫ് ഫ്രം ഗോരങ്ക വ്ലോഗ്സ്. ബൈ.